ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിച്ച് കമന്റ് ഇടുന്ന 1-2 ആളുകളെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന്റെ താഴെ വന്നിച്ച് ഞാൻ ഈ പറയുന്ന ആള് ശരത് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നിട്ട് എനിക്ക് കമന്റുകൾ ഒരുപാട് ഇടാറുണ്ട്. ഞാൻ ഒരിക്കലും അവനെ ഒരു തീട്ട സംഖ്യയായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അടിമ ഗോപി, കോപ്രായം ഗോപി എന്നൊക്കെ വിളിക്കുന്ന സുരേഷ് ഗോപിയുടെ ശരിയായ ഒരു അടിമയായിട്ടുള്ള ഒരു ചെറുക്കനാണ് അവൻ. അവന്റെ പ്രൊഫൈൽ അടക്കം ഗോകുൽ സുരേഷും അവന്റെ വീട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളോട് ഭയങ്കരമായിട്ട് ആരാധനയാണോ, പ്രേമമാണോ, സ്നേഹമാണോ എന്ന് എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുമ്പോൾ അതിന്റെ താഴെയാണ് ഇവൻ സാധാരണയായിട്ട് എല്ലാ കമന്റുകളുമായിട്ട് വരുന്നത്. കാരണം നമ്മൾ പറയുന്ന എല്ലാത്തിനും അവന്റെ ഭാഗത്തൊരു ന്യായം പറയാനായിട്ട് അവൻ ഉണ്ടാവും. പിന്നെ അവൻ വന്നിച്ച് ചോദിക്കും, ഞാൻ തെളിയിക്കട്ടെ, ഞാൻ സത്യം തെളിയിക്കട്ടെ, നീ കള്ളവല്ലേ പറയുന്നത്. മോനെ, നീ അതിന്റെ താഴെ വന്നിച്ച് കുറെ കമന്റുകൾ അടിക്കും. അതായത് നിന്റെ ഫോണിൽ നീ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തോ കുറെ പോസ്റ്റുകൾ അതിന്റെ താഴെ കൊണ്ടുവന്നിടും. അതൊന്നുമല്ല തെളിവെന്ന് പറയുന്നത്. ഈ ഒരു കമന്റ് നീ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല വീഡിയോയുടെ താഴെയായിട്ട് വന്നിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു. നിന്റെ കോമന്റ് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വേറെ 1-2 ചില ഊച്ചാളി ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന കുറെ മൈരന്മാരും കൂടെ അതിന്റെ താഴെ വന്നിച്ച് കമന്റ് ഇതേ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഞാൻ മറുപടി കൊടുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ജെനുവിനായിട്ട് നിന്റെ ഐഡിയിൽ നിന്ന് മാന്യമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന തീട്ട സംഘികളെ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തള്ളക്കി വിളിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അല്ല. നീ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. അപ്പൊ നീ കഴിഞ്ഞ ദിവസം എനിക്ക് കമന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ താഴെ കാണുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് മോങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് കുറെ 1 by 1 ആയിട്ട് നീ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ കാര്യം തന്നെ പൊളിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വന്നേക്കുന്നത്. അതിനകത്ത് നീ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ആദ്യത്തെ സംഭവം തന്നെയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന്റെ രൂപത്തിൽ അങ്ങ് കൊണ്ടുവന്ന് മലത്താനായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു പോസ്റ്റ് എന്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപി തന്നതാണെന്നുള്ളൊരു ചിന്ത നിന്റെ മനസ്സിലാകും. കാരണം നീ സംസാരിക്കുന്ന അല്ലെങ്കിൽ നീ ഇടപെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ നീ സംസാരിക്കുന്ന ആളുകളും ആ ഒരു കൂട്ടവും നിന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഒരു സംഭവമാണത്. നീ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് നീ ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും പത്ര കട്ടിങ്ങുകളും അതിന്റെ വാർത്തകളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്റെ കമന്റിൽ വന്നിച്ച് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ വാചാലത മാത്രം കമന്റിൽ എഴുതിയിട്ടാൽ പോരാ. നീ കൃത്യമായ ഒരു വാർത്തയുടെ ലിങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലിങ്കോ കാര്യങ്ങളോ വാർത്തയോ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള എന്തെങ്കിലും ഒരെണ്ണം അതിന്റെ താഴെ ഇട്ടിട്ട് വേണം സംസാരിക്കാനായിട്ട്. അല്ലാതെ നീ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നതിനൊന്നും റിപ്ലൈ തരാൻ എനിക്ക് സമയമില്ല. ഇത് ഞാൻ നിനക്ക് വേണ്ടി തരുന്ന റിപ്ലൈ ആണ്. ഇതുപോലെ റിപ്ലൈ തരാൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നീ എന്റെ കമന്റ് ബോക്സിൽ വന്ന് വെച്ച് മെസ്സേജ് ഇടണം. ഞാൻ ചിലക്കണം കുറയ്ക്കണം എന്നൊന്നും പറയത്തില്ല. അതൊക്കെ ഞാൻ ഈ സംഖ്യകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ചില വാക്കുകളാണ്. കാരണം അതായത് തന്തയും തള്ളയും ഇല്ലാതെ ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായുടെയോ പൂവിന്റെയോ ഫോട്ടോയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഫേക്ക് കോളികൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നീ മാന്യനായതുകൊണ്ട് മാന്യമായ രീതിയിൽ മറുപടിയാണ് ഞാൻ തരുന്നത്. നീ ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ തന്നെ വന്നിച്ച് ഇത് കമന്റ് ഇടണം. ഇത് കള്ളമാണ്, നീ തെളിയിക്കണം. ഓക്കെ. സംഘികൾ തൃശ്ശൂരുകാരെ വഞ്ചിക്കുന്ന പരിപാടി നിർത്തണം. എട്ടുകാലി മമ്മൂഞ്ഞാകുന്ന ഏർപ്പാട് സുരേഷ് ഗോപിയും അവസാനിപ്പിക്കണം. തൃശ്ശൂരുകാർക്ക് നരേന്ദ്രമോദിയുടെ ദീപാവലി സമ്മാനം എന്ന് പറഞ്ഞ് സംഘികൾ ആഘോഷിക്കുന്ന സുരേഷ് ഗോപിയുടെ വികസന വിപ്ലവമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി. പക്ഷേ ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം 2024 ഫെബ്രുവരിയിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നിർവഹിച്ചാണ്. അന്ന് തൃശ്ശൂർ MP പേര് സുരേഷ് ഗോപി എന്നല്ല, TN പ്രതാപൻ എന്നാണ്. 2 വർഷം മുമ്പ് ഇതിന്റെ ടെൻഡർ കൊടുത്തതാണ്. പ്രസ്തുത പദ്ധതിയുടെ 100 കോടി രൂപ ചെലവ് വരുന്ന 1ാം ഘട്ടത്തിന്റെ കരട് തയ്യാറാകുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാവുകയും ചെയ്തതാണ്. വിമാനത്താവള മാതൃകയിൽ നവീകരിക്കുന്ന പദ്ധതിയെക്കുറിച്ചും അതിന്റെ അവലോകന യോഗങ്ങളെക്കുറിച്ചും 2022-ലും 2023-ലും വന്ന വാർത്തകളാണ് ഈ കാണുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 200 റെയിൽവേ സ്റ്റേഷനുകൾ തെരഞ്ഞെടുത്ത് നവീകരിക്കുന്ന പദ്ധതിയിൽ തൃശ്ശൂരിനെ ഉൾപ്പെടുത്തണമെന്നും ഇതിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നും ഒരു പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് TN പ്രതാപൻ. അങ്ങനെയാണ് ഈ പദ്ധതിയോടെ എത്തുന്നത്. ഇതിപ്പോൾ വല്ലവൻ്റെയും കുട്ടിയുടെ പിതൃത്വം ക്ലെയിം ചെയ്യുന്ന ഒരുമാതിരി ചീപ്പ് പരിപാടിയായി പോലെ സാറേ. ചുമ്മാ ഷോ കാണിച്ച് നടക്കാതെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അക്ഷരാഭ്യാസമില്ലാത്ത സംഖ്യകളെ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാം. ജനം TV മാത്രം കാണുന്ന, ജന്മഭൂമി പത്രം മാത്രം വായിക്കുന്ന വിഡ്ഢികളെയും നിങ്ങൾക്ക് പറ്റിക്കാം. പക്ഷേ തൃശ്ശൂർ ജനതയ്ക്ക് എന്നും തെറ്റുപറ്റുമെന്ന്